സയാറ്റിക്ക അല്ലെങ്കിൽ നടുവേദന, ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്തു വരുന്ന അസുഖം. അപ്പോൾ ഒരുപാട് പേര് പറയുന്ന ഒരു പരാതിയാണ്, പലയിടത്തും ട്രീറ്റ്മെൻറ്റ് എടുത്തതാണ്, പക്ഷേ അപ്പോൾ കുറച്ച് സുഖം ഉണ്ടായിരുന്നു, പിന്നെയും പ്രശ്നം തന്നെയാണ്. ഒരു വർഷം മുമ്പ് വന്ന് ശരിക്കും മാറിയതായിരുന്നു, പിന്നെയും വന്നു എന്ന്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സയാറ്റിക്കയുടെ ട്രീറ്റ്മെൻറ്റിൽ എല്ലാവരും വെറുതെ ഇങ്ങനെ കിഴിയിടുക അല്ലെങ്കിൽ തിരുമ്മുക എന്നുള്ളതല്ല. കൃത്യമായിട്ട് ഇൻഫ്ലമേറ്ററി ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്, തേയ്മാനമാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്, ലംബാർ സ്പോണ്ടൈലോസിസ്, അതുപോലെ ഏജ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്. ഇനി നിങ്ങൾ ലാപ്ടോപ്പ് അധികം ഉപയോഗിക്കുന്ന ആളാണോ, തയ്യൽ മെഷീൻ അധികമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണോ, എഴുതുന്ന ആളാണോ, മൊബൈൽ ഫോൺ അധികം ഉപയോഗിക്കുന്നുണ്ടോ, എന്തെല്ലാമാണോ നിങ്ങളുടെ അസുഖം ഉണ്ടാകാനുള്ള കാരണം അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കസ്റ്റമൈസ് ചെയ്താൽ മാത്രമേ ഇത് കൃത്യമായിട്ട് മാറുകയുള്ളൂ. അല്ലാതെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തു, വെയിറ്റ് ഇട്ട് കിടന്നു, കിഴിയിട്ടു എന്നെല്ലാം പറഞ്ഞാൽ അത് അതിൻ്റെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ആവണമെന്നില്ല. ആയുർവേദത്തിൽ യഥാർത്ഥമായിട്ടുള്ള പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം കൃത്യമായ മരുന്നുകളുടെ ഉപയോഗവും കൂടെ ചേരുമ്പോഴാണ് കറക്റ്റായിട്ട് മാറുന്നത്. അതിനോടനുബന്ധിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം 1-2 മാസത്തേക്ക് വളരെ ചെറിയ യോഗ മുറകളും പഠിപ്പിച്ചു വിടാറുണ്ട്. യോഗയുടെ ചില ആസനങ്ങൾ ഒരു ദിവസത്തിൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് അത് ചെയ്യാൻ കഴിയും. അത് ആ 2-3 മാസം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് പിന്നീട് ഒരിക്കലും ഇല്ലാത്ത പോലെ നടുവേദന മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായും നടുവേദന ട്രീറ്റ് ചെയ്യുമ്പോൾ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് തന്നെ ചികിത്സിക്കുക.